ഗുഡ് മോർണിംഗ്, നമസ്കാരം, അസ്സാം വലൈക്കും. ഞാൻ ഉസ് ഗഫൂർ ഒസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ദൈവം എല്ലാവർക്കും നന്മ വരുത്തട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. സന്തോഷമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയൊരു ഭാഗമാണ് ഹെൽത്ത് ഈസ് വെൽത്ത്. ശാരീരികമായ സമ്പത്താണ് ഏറ്റവും, അതായത് ഹെൽത്ത്, ശാരീരികമായി നമ്മൾ എപ്പോഴും ഫിറ്റായിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതായത് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുമെന്ന് പഴയ ആൾക്കാരൊക്കെ പറയുന്നു. അതുപോലെ നമുക്ക് ശരീരം ഉണ്ടെങ്കിലേ എന്തും അധ്വാനിക്കാനും നമുക്ക് വെട്ടിപ്പിടിക്കാനും നമുക്ക് മുന്നേറാനും വളർന്നു വലുതാവാനും എല്ലാത്തിനും കഴിയാവുന്നത് നമുക്ക് ഇനിയും ഒരുപാട് സ്റ്റെപ്പുകൾ കീഴടക്കാനൊക്കെ കഴിയുന്നെങ്കിൽ ശാരീരികമായ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ടിപ്പിലേക്ക് വരാം. വളരെ സിമ്പിളായ ഒരു ഹെൽത്ത് ടിപ്പാണ് ഞാൻ പറയുന്നത്. പലരും ഈ വീഡിയോ കാണും മുൻപ് പലരും ഇത് മുൻപ് ജീവിതത്തിൽ ദിനചര്യയായിട്ട് കൊണ്ടുനടക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് മുതൽ ഇത് തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതിന്റെ റിസൾട്ട് യു ക്യാൻ സീ. ഒരു നല്ലൊരു ഔട്ട്പുട്ട്, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. 100% ഷുവർ. വളരെ സിമ്പിൾ ഹെൽത്ത് ടിപ്പാണ്. അതായത് നമ്മളെല്ലാവരും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നുറങ്ങി നേരം വെളുത്ത് എണീക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു 3 ഗ്ലാസ് അതല്ലെങ്കിൽ 2 ഗ്ലാസ്, മിനിമം 2 ഗ്ലാസ് നോർമൽ വെള്ളം, സാധാ വെള്ളം കുടിക്കുക. എണീറ്റ ഉടനെ തന്നെ അത് കുടിക്കുക, വെള്ളം കുടിക്കുക. അപ്പൊ പലരും നമ്മളെ മുൻപൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ബ്രഷ് ചെയ്തിട്ടേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ ബ്രഷ് ചെയ്തിട്ടേ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇല്ല കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വായിലുണ്ടാവുന്ന ബാക്ടീരിയാസ് അത് നല്ല ബാക്ടീരിയാസ് ആണ്. അത് മോശമുള്ള ബാക്ടീരിയസ് അല്ല. അത് വയറ്റിലോട്ട് ഉള്ളിലോട്ട് ചെന്നാലും അത് കംപ്ലൈൻസ് വരുന്നില്ല. അത് നമ്മുടെ ശരീരത്തിന് അത് ദോഷം ഉണ്ടാക്കുന്നില്ല, അത് ഗുണം ഉണ്ടാക്കുള്ളൂ. രാവിലെ എണീറ്റിട്ട് ഉടനെ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്യണേ നിൽക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ ബാത്റൂമിൽ പോകും. അതായത് നിങ്ങളുടെ മോഷൻസ്, അതായത് രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബാത്റൂമിൽ പോകുമ്പോൾ നമ്മുടെ മോഷൻ വളരെ ലൂസായിരിക്കും. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണം ആദ്യം നമ്മൾ കളയാം. അത് ആദ്യം ഒഴിവാക്കുക, അത് ആദ്യം കളയാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ എന്തായാലും വെച്ചാൽ രാവിലെ എണീക്കും, നേരെ എണീറ്റ് ബ്രഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കും, ചായ കുടിക്കും. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോകുള്ളൂ പലരും. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ പഴയ ഫുഡ് ഓൾറെഡി അവിടെ ഡബ്ബായി കിടക്കുകയും അതിന്റെ മുകളിലോട്ട് പുതിയ ഭക്ഷണം ചെല്ലുകയും ചെയ്യുമ്പോൾ ശരീരത്തിന് ആമാശയത്തിനൊക്കെ എക്സ്ട്രാ വർക്കാണ് വരുന്നത്, എക്സ്ട്രാ വർക്ക്. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക. ജപ്പാൻ ഡോക്ടേഴ്സൊക്കെ ഇതിനെ പറയുന്നത് ഹെൽത്ത് ട്രീറ്റ്മെന്റ്. ദാറ്റ് മീൻ ഹെൽത്ത് ട്രീറ്റ്മെന്റിൽ പറയുമ്പോൾ വാട്ടർ ട്രീറ്റ്മെന്റ് എന്നാണ് ഇതിന് പറയുന്നത്. വാട്ടർ ട്രീറ്റ്മെന്റ് ഇറ്റ്സ് ദ ബെസ്റ്റ് സിമ്പിൾ മെത്തേഡ്. ഒന്നും വേണ്ട, ഒരു മെഡിസിനും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ വയറിന്റെ ഉള്ളിൽ ക്ലീൻ ആവാനും കാലിയാവാനും ശുദ്ധമായിരിക്കാനും ഏറ്റവും നല്ല വഴിയാണ് ഈ പറയുന്നത്. വളരെ നോർമൽ മെത്തേഡ്. രാവിലെ എണീക്കുക, 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക, ബാത്റൂമിൽ പോവാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണം മുഴുവൻ കളയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാവും. കീപ് ഇറ്റ് അപ്പ്. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ബെസ്റ്റ് ഹെൽത്ത് ടിപ്പാണ്. കീപ് ഇറ്റ് അപ്പ്. ഹെൽത്ത് ഈസ് വെൽത്ത്. പെർഫെക്റ്റ്. താങ്ക് യു വെരി മച്ച്.